ഇപ്പം നൈറ്റ് 2 മണിയായി. ഞാനിപ്പം ഇങ്ങനെ നൈറ്റ് വ്യൂവും കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ റൂമിൽ. ഇപ്പോൾ രാജസ്ഥാൻ നല്ല തണുപ്പാടോ. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. സ്നോ മാത്രം വീഴുന്നില്ലെന്നേ ഉള്ളൂ. സ്വെറ്ററൊന്നും ഇടാത്ത പുറത്തോട്ട് ഇറങ്ങാനേ പറ്റുന്നില്ല. ഞാനിപ്പോൾ നല്ല രീതിയിൽ എൻ്റെ നാട് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഐ ആം മിസ്സിങ് ഫ്രം മൈ കേരള. വേറൊന്നും കൊണ്ടല്ല, ഈ ടൈമിലൊക്കെ ഞാൻ നന്നായിട്ട് നൈറ്റ് റൈഡിനൊക്കെ പോകുന്നൊരു വ്യക്തിയായിരുന്നു. ഇപ്പം നൈറ്റ് റൈഡൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതും ബുള്ളറ്റിൽ 350 കയറി ഇരുന്നിട്ട് മോനെ എന്ത് ഫീലാണെന്നറിയാമോ? നൈറ്റ് ഒക്കെ ഇങ്ങനെ ഇരുന്ന് പോവാൻ ഇതൊക്കെ വല്ലാത്തൊരു വൈബാണ്. കൂടെ കേരള ഫുഡ് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. മൈ ഹൗസ്, മൈ റൂം, എക്സ്ട്രാ. ഒരു സുലൈമാനി കുടിക്കാൻ വല്ലാത്ത കൊതി. ഇവിടെ സുലൈമാനിയേ ഇല്ല. ചായ കുടിച്ച് മടുത്ത്. സുലൈമാനി മാത്രം കുടിച്ചുകൊടുന്ന ഞാനിപ്പം ചായയിലോട്ട് മാറി. കോഫിയും കുടിച്ചുകൊടുന്ന ഞാനിപ്പോൾ ചായ മാത്രം കുടിക്കാൻ തുടങ്ങി. വളിച്ച ചായ. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. എന്നെ സംബന്ധിച്ച് ഒരു രാജ്യത്ത് പോവുക, ഒരു സ്ഥലത്ത് നിൽക്കുക, അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, കൂടെ ലൂസ് മോഷൻ പിടിക്കുക, പനി പിടിക്കുക, അതൊക്കെ വല്ലാത്തൊരു വൈബാണല്ലോ. നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് ചെറുതല്ലേ. ലൈഫ് ഈസ് ഷോർട്ട്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് മെമ്മറീസ് ഇങ്ങനെ ഉണ്ടാക്കുക. ഇപ്പോഴും നമ്മൾ ചിന്തിക്കില്ല, നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ ചിന്തിക്കും. നമ്മൾ എന്തുണ്ടാക്കിയെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെസ്റ്റ് മെമ്മറീസ് ആയിരിക്കാം നമ്മുടെ ഇതേപോലെ ട്രാവലിങ്സ്. എനിക്കതുകൊണ്ട് ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഇങ്ങനെ വ്യൂവേഴ്സൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാണുന്നത് വീണ്ടും കേട്ടാൽ നമുക്ക് അത്രയും മനോഹരമായി നോക്കിയാൽ പലതും നമുക്ക് അത്രയും മനോഹരമാണ് കേട്ടോ. എൻ്റെ ഉള്ളിലെ കവി പുറത്ത് ചാടി.